തിരിച്ചു പോവാൻ ഒരു വീടില്ലാതെ ഭർത്താവിനെ സഹിക്കുന്ന പെണ്ണുങ്ങൾ എത്ര ഉണ്ട് എന്നൊരു കേരളത്തിൽ. കെട്ടിച്ച് അയാളുടെ കൂടെ ജീവിച്ചു, 20 കൊല്ലം കഴിഞ്ഞു, ബാപ്പ മരിച്ചുപോയി, ഉമ്മ ആങ്ങളുടെ കൂടെ നിൽക്കുകയാണ്, ഭർത്താവിനെ ഒഴിവാക്കിയ ഈ പെണ്ണെങ്ങട്ടാ പോവുക? അപ്പൊ ആ പെണ്ണ് ചിന്തിച്ചു ഇനി പോവാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇയാളും സഹിച്ചു ഇവിടെ കൂടുക. അങ്ങനെ സഹിക്കുന്ന സ്ഥലത്തിന്റെ പേരല്ല കൂട്ടരെ കുടുംബം. മക്കളും മാതാപിതാക്കളും തമ്മിൽ ശാരീരിക ബന്ധം വേണം. അപ്പൊ കൺഫ്യൂഷനായി, നിങ്ങൾ ഉദ്ദേശിച്ച ശാരീരിക ബന്ധമല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി. തൊടാൻ പറ്റിയ ബന്ധം കുടുംബം മാത്രമേ ഉള്ളൂ. നമ്മളെ പെൺകുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. കോളേജിലൊക്കെ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുക പെൺകുട്ടികള്, ആൺകുട്ടികളോട് വരുമ്പോ അസ്സലാമു അലൈക്കും പടച്ചോന്റെ പേരും പറഞ്ഞ് ഓനെ കൈ കൊടുക്കുക. ഓന്റെ കൈ പിടിച്ച് കുളിക്കാൻ പറ്റുമോ? ഓനെ തൊടാൻ പറ്റുമോ? കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു കൊടുത്തില്ല, ആൺകുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തില്ല. ആരെ തൊടാം? ഒരു പുരുഷന് തൊടാൻ പറ്റാവുന്നവർ കുടുംബത്തിനകത്ത് മാത്രമേ ഉള്ളൂ. ഒരു പെൺകുട്ടിക്ക് തൊടാൻ പറ്റിയ ബന്ധം കുടുംബത്തിനകത്ത് മാത്രമേ ഉള്ളൂ.